ആഴക്കടലിൻ്റെ അഭാഗങ്ങൾ താണ്ടി കുന്നും മലയും പുഴയും താണ്ടി. എന്തുവാ ഈ എഴുതി വെച്ചേക്കുന്നേ? നാടകമാണെങ്കിലും ഒരു മര്യാദ ഉണ്ട്. ഞാനിതെങ്ങനെ പഠിച്ചു തീർക്കും? ഡേറ്റിംഗ് അടുത്തല്ലോ, എന്താ ചെയ്യ? ഹലോ, എന്താ ഇവിടെ പരിപാടി? ഓ, ഒന്നും പറയണ്ട. ഒരു നാടകം ലക്ഷക്കണ തേടി. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷകളിൽ എഴുതി വെച്ചിരുന്നെങ്കിൽ പഠിക്കായിരുന്നു. കോച്ചിങ് സെന്ററിന്റെ വാർഷികത്തിന് കളിക്കാനാ. ആ മഹാഭാവികളെല്ലാം കൂടി എന്നെ പിടിച്ച് നായകനാക്കിയേക്കുക. വേണ്ട വേണ്ടെന്ന് ഞാനൊരു 1000 തവണ പറഞ്ഞതാ, കേക്കണ്ടേ? അതിനെന്താ, നല്ല കാര്യല്ലേ? അനുഭവിക്കുന്ന എനിക്കറിയോ അതിന്റെ ബുദ്ധിമുട്ട്. സ്റ്റേജിൽ കയറുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എന്റെ വയറ് കത്തുക. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നാടകത്തിൽ അഭിനയിച്ചതിന്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയില്ല. അന്നും ഞാനായിരുന്നു നായകൻ. എന്നും എവിടെയും താനാണല്ലോ നായകൻ. അങ്ങനെ എനിക്കിപ്പോ നായകനാവണ്ട. അന്ന് ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് ഞാനൊരു 5 ഡയലോഗ് പറഞ്ഞതാ. വിഗും മീശ ഊഴി താഴെ വീണു. അന്നത്തെ കൂവൽ ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്. അന്ന് പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു? കർട്ടൻ ഇട്ടു. ഇവിടെയോ ഉണ്ടല്ലോ കർട്ടൻ. താൻ ധൈര്യമായിട്ട് കളിക്കണോ? ഒന്ന് പോവണ്ണേ. അതിനു മുമ്പ് ഇത് മുഴുവൻ കാണാപ്പാടാൻ പഠിക്കണ്ടേ? അമച്ചർ നാടകമല്ലേ, കടിച്ചാ പൊട്ടാത്ത ഡയലോഗ്സാ. എവിടെ നോക്കട്ടെ. ഇതാ വരുന്നു, അവൻ വരുന്നു. സർവാഭരണ വിഭൂഷിതനായി, കിന്നരി തലപ്പാവ് ചാർത്തി, അധികാരത്തിന്റെ ചെങ്കോലും തീപാറുന്ന കണ്ണുകളിൽ ആജ്ഞാശക്തിയുമായി അവൻ വരുന്നു. ഇതിലിപ്പോ എവിടെയാ കുഴപ്പം? എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, താൻ വന്ന് കളിക്ക്. അവർക്ക് വേണ്ടത് എന്നെയല്ലല്ലോ. എന്നാ പിന്നെ താൻ എന്നൊന്ന് സഹായിക്ക്, ഒന്ന് പഠിപ്പിച്ചാടോ. നോക്കട്ടെ. ഇനി നിനക്ക് രക്ഷയില്ല. എല്ലാ സത്യവും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പറ. ഞാൻ പറയണോ? ഞാൻ പറയാം. ഇനി നിനക്ക് രക്ഷയില്ല. എല്ലാ സത്യങ്ങളും എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആദ്യമോ സത്യം അറിഞ്ഞല്ലേ? അടിപൊളി. നമ്മൾ കാണുന്ന ഒന്നും ആവണം സത്യമെന്നും നിർബന്ധമില്ല. നീ പിന്നെ വാദിക്കുവല്ലോടി, ശരിയാക്കി തരാടി. ഈ ഡയലോഗ് ഹീറോയുടേതാ. പറയ്. ഈ പ്രപഞ്ചവും പ്രകൃതിയും ഉള്ളിടത്തോളം കാലം. ഈ പ്രപഞ്ചവും പ്രകൃതിയും ഉള്ളിടത്തോളം കാലം. നീ കൊച്ചിത് എവിടെ പോയി കിടക്കുവാണോ എന്തോ? മോളെ, അതെ, മോളിവിടെ ചെമ്പരത്തിപ്പൂവും പറിച്ച് കളിച്ചോണ്ട് നടന്നു. കൊടുക്കുവേ, ഇത് ചെവിയിലും വെച്ച് ജീവിതകാലം മൊത്തം നടക്കേണ്ടി വരും. കുഞ്ഞുകളിയൊന്ന് നിർത്ത് പെണ്ണെ. മോളിവിടെ നടക്കുന്ന വല്ല അറിയുന്നുണ്ടോ? എന്ത് കാര്യ ചേച്ചി? അറിഞ്ഞു മോളെ, എല്ലാ സത്യങ്ങളും ആദ്യമോൻ അറിഞ്ഞു. ഇനി അവക്കൊരു രക്ഷയില്ല. ചേച്ചി എന്തായി പറയുന്നത്? എന്റെ മോളെ, പൂജയുടെ അവിഹിത ബന്ധം പൊളിഞ്ഞു. അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ കാര്യം ആദ്യമോൻ അറിഞ്ഞു. നേരാണോ ചേച്ചി? മുറിയടച്ചിട്ട് ആദ്യമോൻ അവളെ പൊരിക്കുക. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷെ അവളും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. സത്യം ഞാൻ അറിഞ്ഞു എന്ന് ആദ്യമോൻ പറയുമ്പോ അവള് പറയുവാ, നമ്മൾ കാണുന്നൊന്നും ആവില്ല സത്യമെന്ന്. എന്നാ പിന്നെ അതൊന്നും അറിയണല്ലോ. അവളുടെ സത്യം ഞാൻ പൊളിച്ചു കൊടുക്കാം. വേഗം വേഗം വാ മോളെ, വാ ഇങ്ങോട്ട്. ഇന്ന് അവളുടെ സത്യം ഞാൻ പൊളിച്ചു കൊടുക്കും. എന്ത് സത്യമാണ് പൊളിക്കാൻ പോകുന്നത്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മോളെ. അതെ, ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. മുത്തശ്ശി കൊണ്ട് വാ. നീ കാര്യം പറയാമേ. എന്റെ അമ്മയെ നമ്മുടെ ആദ്യമോനും പൂജ മോളും അടിച്ച് പിരിഞ്ഞു. അയ്യോ എനിക്ക് വയ്യ. അമ്മ എന്നെ അടിക്കല്ലേ അമ്മ, അമ്മ എന്നെ അടിക്കല്ലേ അമ്മ. ഞാൻ പറഞ്ഞ സത്യം. എന്ത് സത്യം? മുത്തശ്ശി, സത്യം എന്താണെന്ന് അവിടെ പോയി നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. അതിനു മുന്നേ മുത്തശ്ശി എന്തിനാ ചേച്ചി തല്ലിയേ? എനിക്ക് ഇവിടെ തല്ല നിന്റെ അനുവാദം വേണോടി? അയ്യോ, അപ്പൊ ഇനി എന്നെ അമ്മ തല്ലാൻ പോവാണോ? മുത്തശ്ശി, മഴക്കും വാദമൊക്കെ നമുക്ക് പിന്നെ ആവാം. ആദ്യം എന്താ സംഭവം നമുക്കറിയാം. എന്ത് സംഭവമാടി ഇവള് ചുമ്മാ ഓരോ കിറുക്ക് പറയുന്നതിന്? പോയി നോക്കിട്ട് തീരുമാനിക്കേ. ഞാൻ കേട്ടതാ ഞാൻ പറഞ്ഞത്. അതിനെന്നെ തല്ലിട്ട് കാര്യമില്ല. എന്റെ മുത്തശ്ശി, ഇവിടെ നടക്കുന്നതൊന്നും മുത്തശ്ശിക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. ഇതുവരെ തുറന്നു പറയാതിരുന്നത് മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാ. എന്റെ മോളെ, ഇനി ഇപ്പൊ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് വയ്യ ഇങ്ങനെ തല
പോ മോളെ അങ്ങോട്ട് പോ. എന്താടോ ഇത് ഭീകര ഡയലോഗ്സ് ആന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആണല്ലോ. ആ അത് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, ഇപ്പൊ ലൈഫിലോട്ട് ഇറങ്ങിയപ്പോ കഥ അങ്ങ് മാറി. എന്നാ നമുക്ക് ബാക്കി നോക്കിയാലോ? ആ നോക്കാം. ഇതൊരിക്കലും മറ്റൊരാൾ അറിയാൻ പാടില്ല. അറിയും, ഈ ലോകം മുഴുവൻ അറിയും. ഇനി ഇത് ഒളിച്ചു വെക്കാൻ എന്നെ കൊണ്ടാവില്ല. തുറക്കണ്ട, ആദ്യം ഇവിടെ നിന്ന് കേൾക്ക്. സംശയമുള്ളവരൊക്കെ കേൾക്ക്. ചതിക്കുകയായിരുന്നു നീ ഇത്രയും കാലം എന്നെ. കേക്ക് കേക്ക്. ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? ചതിച്ചത് ഞാനല്ല, നിങ്ങളാ എന്നെ ചതിച്ചത്. പറഞ്ഞു പറ്റിച്ച്, മോഹിപ്പിച്ച്, സ്വപ്നം കാണാൻ പഠിപ്പിച്ച്. കേട്ടില്ല അവളുടെ കൗണ്ടർ. അയ്യോ പതിയെ ഒന്ന് കേൾക്കട്ടെ. സമ്മതിച്ചു, അത് എന്റെ തെറ്റ്. പക്ഷെ തിരുത്താൻ ഞാൻ ഒരുക്കമാണ്. തിരുത്തിയിട്ടും എനിക്ക് കാര്യമില്ല. ഇനി ഒരിക്കലും ഒരു രക്ഷകൻ നിങ്ങളെ തേടി വരില്ല. ഓ, എന്തൊരു ആത്മവിശ്വാസം. മുത്തശ്ശി മുത്തശ്ശി എന്തേ കാണിക്കുന്നേ? നമ്മൾ അറിഞ്ഞു പറഞ്ഞാൽ അവരിപ്പൊ പ്ലേറ്റ് മാറ്റും. ഇവിടെ ഇപ്പൊ തുടങ്ങിയ വഴക്കൊന്നുമല്ല ഇത്. നമ്മുടെ മുമ്പിൽ അവർ അഭിനയിച്ച് കാണിച്ചതാ ഇതുവരെ. പക്ഷെ ഇന്നിത് പൊളിക്കണം. രണ്ടിനെ കൈയോടെ പൊക്കിത്തരാം. അതെങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. എന്തു വഴി? അവരെ വിളിച്ച് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാ പോരെ? അതല്ലേ പറഞ്ഞത്. ചോദിച്ചാൽ അവർ സമ്മതിക്കത്തില്ലെന്ന്. അങ്ങനെ പറയാനായിരുന്നെങ്കിൽ പറയില്ല. അതെ. എന്നാലും എനിക്കെന്തോ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ വെറുക്കരുത്. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. ഹാ, കാല് പിടിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. മാപ്പ് തരാനാവാത്ത തെറ്റാണ് നീ ചെയ്തത്. പശ്ചാത്താപം പരിഹാരമല്ലേ? അത് കുറ്റത്തിന്റെ വലിപ്പച്ചെറുപ്പം അനുസരിച്ചിരിക്കും. കേക്ക്. ഒരിക്കലും ഒരിക്കലും എനിക്ക് നിന്നോട് പൊറുക്കാനാവില്ല. പൊറുക്കരുത്. നീ പറഞ്ഞില്ലേ എന്നെ രക്ഷിക്കാൻ ഒരു രക്ഷകനും വരില്ലെന്ന്. എന്നെ രക്ഷിക്കാനല്ല, നിന്നെ രക്ഷിക്കാനാണ് രക്ഷകൻ വരാതിരിക്കുന്നത്. പാപത്തിന്റെ ശമ്പളം മരണം. ആദി, എടാ മുത്തശ്ശി. ശ്ശേ, നശിപ്പിച്ചല്ലോ. തെളിവ് നശിപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല. ഇവളെന്തായി കാണിക്കാൻ പോകുന്നേ? ചേച്ചി അയ്യോ, ഗോമതജി, എന്താ എന്താ എല്ലാരും കൂടി? ഇവിടെ എന്തായിരുന്നു പ്രശ്നം? ഇവിടെ എന്ത് പ്രശ്നം? പിന്നെ ഇവിടെ കേട്ട ബഹളങ്ങളൊക്കെയോ? അത് ബഹളമൊന്നുമല്ല, ഞാൻ നാടകം പഠിക്കുകയായിരുന്നു. നാടകോ? അതെ, രക്ഷകനെ തേടി. കോച്ചിങ് സെന്ററിന്റെ വാർഷികത്തിന് കളിക്കാൻ വേണ്ടിട്ടാ. ആദ്യ ഹീറോ